നമുക്കേ സ്പെഷ്യലായിട്ട് തേങ്ങ അരച്ചിട്ട് മാങ്ങ ഇട്ട് ഒരു മീൻകറി ഉണ്ടാക്കാം കേട്ടോ. ഈ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി സവോള എടുത്തിട്ടുണ്ട്, ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ മീൻ. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ആ മൺചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച് അതിനകത്തോട്ട് നമുക്ക് ഈ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ടൊമാറ്റോയും ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ നമുക്ക് ചേർക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ പോലെ മല്ലിപ്പൊടി. എന്നിട്ട് ഈ പൊടികളിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റാം. ഇനി ഈ വഴറ്റിയതിലോട്ട് ഒരു അരമുറി തേങ്ങയും കൂടെ ഞാൻ ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുവേ. ഇനി നമ്മുടെ ഈ ഒരു വഴന്നിരിക്കുന്നതിനെ നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് ഇനി അരച്ചെടുക്കാം കേട്ടോ. ഇനി ഈ അരച്ചെടുത്തതിനെ നമ്മൾ നേരത്തെ എടുത്ത മൺചട്ടിയില്ലേ, ആ സെയിം ചട്ടിക്കകത്തോട്ട് തന്നെ ആ അരപ്പിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് പയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ മാങ്ങ കഷ്ണങ്ങളും ഇടാം. ഇനി നമുക്കത് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ മീൻ കഷ്ണങ്ങളും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഈ വേവിച്ചെടുത്തതിനകത്തോട്ട് വേറെ ഒരു പാനിനകത്ത് കുറച്ച് കടുക്, ഉലുവയിട്ട് ചെറിയുള്ളിയിട്ട് നമുക്കതിനെ ഒന്ന് താളിച്ച് ചേർക്കാം. അവസാനമായിട്ട് ഞാനൊരു 2 കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഉണ്ടാക്കി തരുന്നതായിരുന്നു. ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട്